അങ്ങനെ ബോസ്റ്റേരിയിൽ നിന്ന് ഒരു ഷെയർ ടാക്സിയും പിടിച്ച് നേരെ കാരക്കോളിലേക്ക് വിട്ടു. കാരക്കോൾ എന്ന് പറയുന്നത് ട്രെക്കിങ്ങുടെ മെയിൻ ഹബ്ബാണ്. നല്ല ആവേശത്തോടെയാണ് കാരക്കോൾ എന്ന സ്ഥലത്തേക്ക് പോയത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും നല്ല മഴ. അപ്പോൾ എൻ്റെ ട്രെക്കിങ് പ്ലാനൊക്കെ മൊത്തത്തിൽ ഫെയിലിയറായി. അത് കാരണം എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയും. അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു റഷ്യക്കാരൻ്റെ കൂടെയായിരുന്നു താമസം. ആളൊരു നൊമാഡിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. ഓരോ വർഷം ഓരോ രാജ്യത്താണ് താമസം. ഈ വർഷം കിർഗിസ്ഥാനിലാണ് താമസം. അപ്പോൾ ആളുടെ ഭാഗം നല്ല സ്റ്റേയും രാത്രി നല്ല ഡിന്നറൊക്കെ കിട്ടി. അങ്ങനെ മഴയൊക്കെ മാറിയ നേരം പിറ്റേ ദിവസം നല്ല കാലാവസ്ഥയായപ്പോൾ നേരെ ടൗണിലേക്ക് ഇറങ്ങി. ടൗണിൽ മെയിനായിട്ട് കാണേണ്ട 2 അത്ഭുത പള്ളികളുണ്ട്. അതിലൊന്നാമത്തതാണ് അവിടുത്തെ ദുംഗൻ മോസ്ക്. അതായത് ഒരു ചൈനീസ് മുസ്ലിം പള്ളിയാണ് അത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ആണി പോലും ഉപയോഗിക്കാതെ വെറും മരം കൊണ്ടുള്ള ജോയിന്റുകൾ മാത്രം ഉണ്ടാക്കി വെച്ചൊരു പള്ളിയാണിത്. കാണുമ്പോൾ ചൈനീസ് ബുദ്ധക്ഷേത്രം പോലെയൊക്കെ തോന്നും. അവിടുത്തെ പച്ചയും മഞ്ഞയും ചുവപ്പും നിറഞ്ഞ നിറങ്ങളും മരത്തിൽ കൊത്തിവെച്ചിട്ടുള്ള ഡിസൈനുകളൊക്കെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഇതൊരു അത്ഭുതമായിട്ട് തോന്നും. അത് കഴിഞ്ഞ് നേരെ പോയത് വീണ്ടും വേറൊരു പള്ളിയാണ്, പ്രശസ്തമായ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലേക്കാണ്. ഇതൊരു റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പള്ളിയാണ്. അതും പൂർണ്ണമായും മരത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലുള്ള വലിയ ഗോപുരങ്ങളും ചുറ്റുമുള്ള വലിയ പൈൻമരങ്ങളും ആ പള്ളിയുടെ പഴമയും ഒക്കെ നമ്മളെ വേറൊരു ലോകത്തേക്ക് എത്തി. ശരിക്കും കിടിലം വൈബാണ് ഈ ഒരു ഏരിയ ഒക്കെ. ആ 2 പള്ളികളും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഭംഗിയും ഒക്കെ മനസ്സ് നിറ കണ്ടു. അതോടെ കാരക്കോളിലുള്ള വിശേഷങ്ങൾ അവസാനം. കാരക്കോൾ അങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടില്ല. കാരണം എൻ്റെ വിസയുടെ കാലാവധി തീരാനായി. അത് കാരണം കാരക്കോളിൽ നിന്ന് ഒരു ബസ് പിടിച്ച് നേരെ കസാഖിസ്ഥാൻ്റെ സിറ്റിയായ അൽമാട്ടിയിലേക്ക്. ഇനി നമുക്ക് കസാഖിസ്ഥാൻ്റെ യാത്രാവിശേഷങ്ങൾ കാണാം.